ലോകത്തിൻ്റെ ഒരതിരിലേക്കാണ് യാത്ര. ഞങ്ങൾ കുറച്ച് ദിവസമായിക്കൊണ്ട് സൗദിയുടെ കാഴ്ചകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. പാസ്പോർട്ട് റെഡിയാണ്, ബാഗ് റെഡിയാണ്. ഷെമി റെഡിയല്ലേ? ഇവ റെഡിയല്ലേ? ഇത്തവണ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ തനിച്ചല്ല, നമ്മളെല്ലാവരും ചേർന്ന് പോവുകയാണ് അങ്ങ് സൗദി അറേബ്യയിലോട്ട്. എങ്ങനെയാണ് പോകുന്നത്? കംപ്ലീറ്റ് ബൈ റോഡ്. ഇവിടുന്ന് ബസ്, ട്രെയിന്, മെട്രോ, അതുപോലെ തന്നെ ബാക്കി എല്ലാ ട്രാൻസ്പോർട്ടും ഉപയോഗിച്ചുകൊണ്ട് സൗദിയിലെ നമ്മൾ കാണാത്ത കാഴ്ചകളെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എക്സ്പ്ലോർ ചെയ്യുന്ന യാത്രയ്ക്ക് ഒരു പ്രത്യേക ലക്ഷ്യം കൂടിയുണ്ട്. അതാണ് മൈക്ക്, MIC. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം എല്ലാ സപ്പോർട്ടും വേണം. സൗദിയിൽ നിങ്ങൾക്ക് കാണേണ്ട, കേൾക്കേണ്ട കഥകൾ എന്തൊക്കെയാണോ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ടിക്ടോക്കിലൂടെയും ഒക്കെ ഞങ്ങൾ അറിയിക്കാം. ഓരോരോ കാഴ്ചകളായിട്ട് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് അല്ലൂല, മക്ക, മദീന, റിയാദ്, ജിദ്ദ, പിന്നെയും കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര. റെഡിയല്ലേ? പോവാം. റെഡിയല്ലേ? ദുബായിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രയുടെ ഫസ്റ്റ് പാർട്ട് ഫ്രം ദുബായ് ടു റിയാദ് ബൈ റോഡ് ബൈ ബസ്. വെറുതെ ക്ഷമ ശ്രദ്ധിച്ചില്ല അത്? എന്താ പ്രത്യേകത? ഉപ്പുപാടം പോലെയാണ് രണ്ട് വശത്ത്. രണ്ട് സൈഡിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെസേർട്ട് അല്ല കേട്ടോ. എന്താന്നുള്ളത് എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. ഈ പഴയ ഉപ്പു ശേഖരങ്ങൾ ഉണ്ടാവുമല്ലോ, വെള്ളം അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഉപ്പായിട്ട് മാറ്റുന്ന എന്നതുപോലെയുള്ള ഡെസേർട്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. എനിക്ക് ഇത് ക്യാമറയിൽ അധികം കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ അല്ലേ ക്ഷമി ഒരു വെളുത്ത ഡെസേർട്ട്. ആദ്യമായിട്ട് കണ്ടിപ്പോ വെള്ളം എന്തെങ്കിലും ഒഴിച്ചതാണോ, അവർക്ക് വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വരുന്നതാണോ പിടുത്തമില്ല. കുറച്ച് ഭാഗത്ത് മാത്രം കണ്ടിരുന്നു. പിന്നെ ഈ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു കംപ്ലീറ്റ് ഞാൻ എന്താണ് ആ ഉപ്പുപാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡ്രൈവറുടെ അടുത്ത് പോയത്. പുള്ളി നല്ല തിരക്കിലാണ്, പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഇവിടെ ഇല്ല കോട്ടം, ഇവിടുത്തെ ഡെസേർട്ട് ക്ലീനാണ്. പിന്നെ ശ്രദ്ധിച്ചോ, നമ്മൾ മറ്റേ അന്ന് കപ്പൽ യാത്ര നടത്തി ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഈ ആകാശം നല്ല ക്ലീൻ സ്കൈയാണ്, ക്ലിയർ സ്കൈയാണ്. ക്ലിയർ സ്കൈ ആകുമ്പോഴാണ് ആകാശത്ത് കുറേ നിറങ്ങൾ ഉണ്ടാവുക. നമ്മൾ സിറ്റിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ദുബായിലിൻ്റെ അതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകാശത്തിന് വലിയൊരു കളർ ചേഞ്ച് ഉണ്ടാവാറില്ല. ഇവിടെ ഇപ്പം ഈ ഒരു കളർ വന്നു, നേരത്തെ കുറച്ച് നേരത്തെ വേറൊരു കളറായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്ന സമയത്ത് ദൂരെ ഒരു 10 മരങ്ങൾ കണ്ടത് ഒഴിച്ച് നിർത്തിയതുകൊണ്ട് അവിടെ ഒരു ദൂരെ കുറച്ച് മരങ്ങൾ അതൊഴിച്ച് നിർത്തിയാൽ ഇതുവരെ ഏതാണ്ടെല്ലാം ഭയങ്കര തരിശായിരുന്നു. ഓ, എന്തുമാത്രം സ്ഥലമാണ് ഈ ലോകത്ത് മനുഷ്യർ താമസിക്കാത്തതില്ലേ. അവിടെ നിന്ന് വിട്ട് അബുദാബി വിട്ട് പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും തന്നെ കണ്ടിട്ടില്ല. ഒരു പക്ഷെ ഉണ്ടാവുമായിരിക്കും ഇടയ്ക്ക് എവിടെയെങ്കിലും. കാരണം ഉള്ളിലോട്ട് റോഡ് ഉണ്ട്. അവിടെ എന്തോ ചെറിയ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് അല്ലേ, ചെറിയൊരു സിറ്റി, ഒരു വില്ലേജ് ഒക്കെ പോലെ. അങ്ങാടി, ഒരു കവലയൊക്കെ പോലെ ഉണ്ട് അല്ലേ. പക്ഷേ ഈ യാത്രയുടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഡ്രൈവ് ചെയ്യുമ്പോഴേ നമുക്ക് പകുതി കാണാൻ പറ്റില്ല കാഴ്ച. പകുതി ഇതിങ്ങനെ ഇതിലിരിക്കുകയാണല്ലോ കയ്യിൽ. ഇത് കുറേ മനുഷ്യരുണ്ട്, ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ
ഇറ്റലിയിൽ നിന്ന് സ്പെയിനിലേക്ക് ഇതുപോലെയായിരുന്നു. ബസ്സിലാണ്. ബസ്സിലാണ് ഞാൻ കയറിയത്. കാരണം നല്ല രസം. ഇതേപോലത്തെ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. സ്പെയിനിൽ പതിയെ എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്ത് അവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് 80 യൂറോ മറ്റൊക്കെ വന്നു. അതും ഒരു ഓവർനൈറ്റ് ട്രിപ്പായിരുന്നു. ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ഒരു 10 മണിക്കൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എത്തിയത്. ഇതിപ്പോ നമുക്ക് 750 ആയില്ലേ? ഇത് നമ്മൾ അവിടുന്ന് ദുബായിൽ നിന്ന് ഇപ്പം 4 മണിക്ക് പുറപ്പെട്ടതാ. 4 മണിക്ക് പുറപ്പെട്ട് പിന്നെ അബുദാബിയിൽ എവിടെയോ ഒന്ന് നിർത്തി കുറച്ച് ആളുകൾ അവിടുന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ചിലപ്പോൾ പക്ഷേ 6 ആയിട്ടോ നോമ്പ് തുറക്കേണ്ട സമയം തുടങ്ങിയിട്ടുണ്ട്. 6:27 ആയിട്ടുണ്ട്. അപ്പോ ഈ സമയത്ത് അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഒരു പെട്രോൾ പമ്പ് കണ്ടു. പുള്ളി അവിടെ നിർത്തുകയാണെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഫ്രൂട്ട്സോ ഉണ്ടോ വാങ്ങണമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അവിടെ ഒരു ഗ്രോസറിന്റെ അടുത്ത് ബക്കാല എന്നാണ് അറബി പറയട്ടെ, അവിടെ ഒരു ബക്കാല ഉണ്ടായിരുന്നു. അവിടെ നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഫ്രൂട്ട്സോ ജ്യൂസോ എന്തെങ്കിലും വാങ്ങി വെക്കാം. അപ്പോൾ ഷെമി പറഞ്ഞില്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പുള്ളി ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോപ്പിൽ നിർത്തുമെന്ന് ഒരു പ്രതീക്ഷ അന്നു. ഇപ്പൊ ഏതാണ്ട് നോമ്പ് തുറക്കാറായി ഉണ്ടാവും എന്ന് ഷെമി കരുതിയിരുന്നു. കാരണം നമ്മള് മുമ്പ് പോയ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ബസ്സിൽ പോകുന്ന സമയത്ത് മുമ്പ് അന്ന് വന്നത് ഇതുപോലെയൊക്കെ എവിടേക്കോ നിർത്തിയിരുന്നു. അന്ന് പിന്നെ നോമ്പല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ സമയം കൊണ്ട് നിർത്തിയാൽ മതിയിരുന്നു. പുള്ളി ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് നോമ്പായിരുന്നു, റമദാൻ സമയത്താണ് നമ്മൾ വന്നത്. ശരിയാ അല്ലേ? ഇതുപോലൊരു നോമ്പിനായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ എന്നാ പിന്നെ എന്തായാലും നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നിർത്തുകയാണെങ്കിൽ ഇപ്പൊ പുള്ളി പെട്ടെന്ന് നിർത്തണം. അപ്പൊ 6:28 ആയിട്ട് 34-35 ആയിരിക്കും ചിലപ്പോ. സൗദിയിൽ ചിലപ്പം സമയം മാറ്റം ഉണ്ടാവുമായിരിക്കും. കാരണം ഈ ഇവിടുത്തെ സൺസെറ്റ് ചിലപ്പോൾ ദുബായിലുള്ള സൺസെറ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. എന്തായാലും അപ്പൊ അവിടുന്ന് നമ്മള് ഒരു 4 മണിക്ക് പുറപ്പെട്ടു. പെർ പാസഞ്ചർ അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പെർ പാസഞ്ചർ ബസ്സിലാണെന്നുണ്ടെങ്കിൽ 250 + 40 അപ്പൊ 290. ഓക്കെ, ഒരു 300 വെച്ചോളൂ. 40 വാറ്റ് വരും. അങ്ങനെ 300 ദിർഹം ടിക്കറ്റ് റേറ്റ് ആണ് ഫ്രം ദുബായ് ടു റിയാദ് വൺ വേ വരുന്നുണ്ടാവും. പിന്നെ വിസ വേണം. വിസ നമുക്ക് UAE റെസിഡൻസ് വിസ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗദി അവരുടെ വിസ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ 1 മിനിറ്റ് ഒറ്റ മിനിറ്റിനുള്ളിൽ വിസ കിട്ടും. എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റിനുള്ളിൽ വിസ കിട്ടും. ആ വിസയ്ക്ക് 500 ദിർഹമാണ് ചാർജ്. പക്ഷേ അതിന് വാലിഡിറ്റി ഉണ്ട്, 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. പോരാത്തതിന് അതിനുള്ളിൽ പല തവണ പോയി വരാം. നമുക്കിനി അടുത്ത ആഴ്ച ഒന്നുകൂടി സൗദി പോകണമെങ്കിലും ഇതേ വിസ കാണിച്ചു കൊടുക്കാം. നമ്മള് അന്ന് പോയ സമയത്ത് കുറെ സമയം എടുത്തിരുന്നു ഇതിന്റെ ഈ ഒരു പ്രോസസ്സിങ്ങിനൊക്കെ. പക്ഷെ ഇപ്പൊ സൗദി ഒത്തിരി ചേഞ്ചസ് ഒക്കെ വന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് വാക്സിൻ ഒക്കെ എടുത്തിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഹെപ്പറ്റൈറ്റിസ് സി വാക്സിൻ എടുത്തത് സൗദിക്ക് പോകാൻ വേണ്ടി. അതൊക്കെ എടുത്തു. അത് ശരിയാ. ഇപ്പൊ അതിനെ കുറിച്ച് അങ്ങനത്തെ ഒന്നും ചോദ്യമൊന്നുമില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഇത് വിസിറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മക്കത്ത് പോകാം, മദീനത്ത് പോകാം, ഉംറ ചെയ്യാം. ഇനിയിപ്പോ അതുമല്ല റിയാദിലൊക്കെ പോയി കണ്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് വരാം. ജിദ്ദയിലേക്ക് പോകാം. ഇതൊരു പണ്ടത്തെ സമയത്തുള്ള സൗദി, ഇപ്പത്തെ സൗദി എന്ന് വെച്ചാല് അത് കുറെ ദൂരായിരുന്നു അവിടെ എത്തിപ്പെടാൻ വേണ്ടിട്ടൊക്കെ. മാത്രല്ല അന്ന് നമ്മള് കവർ ചെയ്തില്ലല്ലോ മക്ക മദീന, അങ്ങനെ വളരെ ഒന്നും കണ്ടിട്ടില്ല. സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി തവണ എന്തായി കഴിഞ്ഞാലും കുറച്ച് കാഴ്ചകൾ കുറച്ച് ദൂരം തന്നെ കാണുന്നുണ്ട്. ബൈ റോഡാണ്. എനിക്ക് സൗദിയും ഇന്ത്യ ആയിട്ടുള്ള കമ്പാരിസൺ എനിക്ക് എപ്പോഴും തോന്നാൻ കാരണം വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ 1000, 2000, 3000 ഒക്കെ കിലോമീറ്റർ എന്നതുപോലെ തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് റിയാദ് ടു അല്ലൂല ഞാൻ അല്ലൂലയാണ് ഇപ്പത്തെ അവരുടെ ഒരു മെയിൻ ഒരു കൾച്ചറൽ പോയിന്റ് പോലെ ഇപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലൂലേക്ക് മാത്രം ഒരു 1000 കിലോമീറ്റർ. അല്ലൂല ടു ജിദ്ദ എനിക്ക് തോന്നുന്നു പിന്നെയും 1000 കിലോമീറ്റർ. അങ്ങനെയൊക്കെ ഒരു 1000+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് ചെറിയ ഒരു ട്രയാങ്കിൾ ആണ്. ഇനിയിപ്പം തബൂക്ക് അതുപോലെ തന്നെ സൗദിയുടെ മറ്റ് ഈസ്റ്റേൺ, നോർത്തേൺ, വെസ്റ്റേൺ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെയും കിലോമീറ്റേഴ്സ്. ശരിക്കും സൗദി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് മൊത്തം ഒന്ന് കണ്ട് ക്യാമറയിൽ പകർത്തിയൊക്കെ വരണമെങ്കിൽ ചിലപ്പം ഒരു
ഒരു മാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സൗദി മുഴുവനായിട്ട് കണ്ടെന്ന് പറയും. ഇല്ലെങ്കിൽ മുരുടന്മാർ ആനയെ കണ്ട പോലെ തുമ്പിക്കൈയും വാലും തലയും മാത്രം കണ്ടുവരേണ്ടി വരും. എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി സൗദിക്ക് ഉണ്ട്. സൗദി ഒരു ഇപ്പോഴും അധികം വിസിറ്റേഴ്സോ അല്ലെങ്കിൽ അധികം ടൂറിസ്റ്റുകളോ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതാണ് മറ്റു സ്ഥലങ്ങളിൽ. കാരണം ഇപ്പോഴാണല്ലോ സൗദി ഒരു പൂർണ്ണമായിട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല. മാത്രമല്ല 10 കൊല്ലം മുമ്പ് സൗദിയിൽ പോകുന്ന സമയത്ത് ലേഡീസ് ആരും വണ്ടി ഓടിക്കൂലായിരുന്നു. പിന്നീട് ക്ഷമ എന്നോട് പറഞ്ഞിരുന്നു ലോകം മാറും, അത് സൗദിയിൽ നിന്നായിരിക്കും. എനിക്ക് ഓർക്കുന്നുണ്ട് ഇപ്പോഴും. എനിക്ക് ഓർക്കുന്നുണ്ട് നന്നായിട്ട് മുട്ടയടിച്ചത്. അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലോകം മാറും, സൗദിയിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കണ കാലം വരും എന്ന് ഒരിക്കൽ ഷമി പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനെന്താന്ന് പറഞ്ഞു. അതല്ല, അന്ന് ആ ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ള ചർച്ച നടന്ന സമയത്ത് ഫസ്റ്റിൽ പറഞ്ഞു അതിനോട് സാധിക്കില്ല. പിന്നെ പറഞ്ഞു എന്തെന്നാലും ഇത് സാധിക്കും, ഇല്ലെങ്കിലും നമ്മൾ ബെറ്റ് ചെയ്ത് ഫസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ മുട്ടയടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടയടിച്ചോളാന്ന് പറഞ്ഞു. ആ മുട്ടയടിച്ചിട്ടാണ് ഓഫീസിൽ പോയത്. പിറ്റേന്ന് ആ വാർത്ത വായിക്കാൻ. അതായത് സ്ത്രീകൾക്ക് ലൈസൻസ് എടുക്കാനുള്ള പെർമിഷൻ കൊടുത്തു എന്നുള്ള വാർത്ത വായിക്കാൻ ഫസ്റ്റിൽ മുട്ടയടിച്ചുകൊണ്ടാണ് പോയതുള്ള കാര്യം ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം സ്ക്രാച്ച് ഞാൻ എന്ന് ജയിച്ചതാണല്ലോ. അല്ല നമ്മൾ ബെറ്റ് വെച്ച് എനിക്ക് ഓർക്കുന്നുണ്ട്. പക്ഷെ മുട്ട അടിച്ചിരുന്നു ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ സൗദിയില് സ്ത്രീകള് ഡ്രൈവ് ചെയ്തതിന്റെ പേരിൽ മുട്ട അടിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഹതഭാഗ്യം കൂടിയാണ് ഞാൻ. സൗദിയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സ്ത്രീകളുടെ ആ ഒരു ബാക്കി എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലം സൗദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഈ മക്കയും മദീനയും അല്ലാതെ വേറെ ഇറാനിലൊക്കെ ഓടിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാലും എനിക്ക് ഓടിക്കാൻ പറ്റും. സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ കുറച്ച് ഉണ്ടല്ലോ റെസ്ട്രിക്ഷൻസ് ഒക്കെ പെൺകുട്ടികൾക്ക്. ഇറാനില് ഹിജാബ് ധരിക്കണം എന്നേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. ഇത് ഇറാനിൽ നല്ല വിദ്യാഭ്യാസം. ഇറാനിലെ ഫീമെയിൽ എഡ്യൂക്കേഷൻ വളരെ കൂടുതലാണ്. അതിൽ വളരെ ആക്റ്റീവാണ് അവര്. അവിടുത്തെ സ്റ്റുഡന്റ് പൊളിറ്റിക്സും ഒക്കെ തന്നെ. അപ്പോൾ സൂര്യന്റെ നിറം കാണണം കേട്ടോ. ഇതിലൂടെ എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ ക്യാമറയിലൂടെ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ആ ചുവന്ന തുടുത്ത് അതിന്റെ ആ ഭാഗത്ത് സൂര്യനില്ല, ഈ ഭാഗത്താണുള്ളത്. ക്യാമറക്കാരൻ അങ്ങോട്ട് പോയിട്ട് കാര്യമല്ല. പക്ഷെ ഇതിലൂടെ എനിക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു ഭംഗി. ചെറിയ സ്ട്രിപ്പിലൂടെ മാത്രം, അത് കാണില്ല, അവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ല. വൈകിട്ട് ഇതിപ്പോ എനിക്ക് ഒന്ന് വൈകിട്ട് ഒരു 6:30 ആയപ്പോഴേക്കും അവിടെ ദൂരെ തെരുവിളക്കുകളൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഈ റോഡ് സൈഡിൽ വേറൊന്നും നമുക്ക് കാണാനില്ല. സൂര്യൻ ഒരു സൈഡിലൂടെ അസ്തമിക്കുന്നു. സൂര്യനോട് വിട പറയാൻ വേണ്ടിയിട്ട് ചന്ദ്രന് മറു സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.